ഇന്ത്യൻ ദേശീയ പതാക താഴ്ത്തിക്കെട്ടി. ഇനി 7 ദിനങ്ങൾ രാജ്യം ദുഃഖാചരണത്തിലാണ്. ഡൽഹിയിലെ 1 ജൻപദിലേക്ക് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ബെൽഗാവിയിൽ നിന്നും നേതാക്കൾ ജൻപദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധ രാഷ്ട്രീയ നേതാക്കൾ 1 ജൻപദിലേക്ക് എത്തിക്കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ബെൽഗാവി സമ്മേളനത്തിൻ്റെ 100ാം ഓർമ്മയിൽ നിൽക്കുന്ന ദിനത്തിലാണ് ആ ദുരന്തം നമ്മളെ തേടിയെത്തുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, ആധുനിക ഭാരതത്തിൻ്റെ ശില്പികളിലെ കണ്ണി, രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ മൻമോഹൻ സിംഗ് യാത്രയായി. നമ്മൾ തുടങ്ങിവെച്ച സുദീർഘവും ക്ലേശകരവുമായ പ്രയാണത്തിന് വിലങ്ങുതടിയാവുന്ന വെല്ലുവിളികളെ ഞാൻ വില കുറച്ച് കാണുന്നില്ല. അനിവാര്യമായ ഘട്ടത്തിൽ പിറവിയെടുക്കുന്ന ഒരാശയത്തെ തടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ലെന്ന് ഒരിക്കൽ വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്. മഹനീയമായ ഈ സഭയ്ക്ക് മുന്നിൽ ഞാൻ പ്രസ്താവിക്കട്ടെ, ലോകത്തിലെ സുപ്രധാന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉദിച്ചുയരുമെന്ന്. അത്തരമൊരാശയമാണ് സ്പഷ്ടമായും മുഴക്കത്തോടെയും ഞാൻ പറയുന്നത്. ലോകം മുഴുവൻ അത് കേൾക്കട്ടെ. ഇന്ത്യ ഇപ്പോൾ മിഴി തുറക്കുകയാണ്, ഉണരുകയാണ്. നമ്മൾ വിജയിക്കും, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. 1991 ധനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത 1 മാസത്തിനകം ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വാക്കുകളാണിത്. കറകളഞ്ഞ രാഷ്ട്രീയ നേതാവിനപ്പുറം ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്ന വിശേഷണമാണ് മൻമോഹൻ സിംഗിന് ചേരുക. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഗതി തന്നെ മാറ്റിമറിച്ച മിതഭാഷിയായ മണിമാൻ ടെക്നോക്രാറ്റിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള പരകായ പ്രവേശമായിരുന്നില്ല മൻമോഹൻ സിംഗിൻ്റേത്. അമിത ആഹ്ലാദമോ അതിഗംഭീര പ്രസംഗങ്ങളോ ഇല്ലാതെ ജീവിതം പഠിപ്പിച്ച ലാളിത്യം കൊണ്ട് മൻമോഹൻ എക്കാലവും നേതാക്കൾക്കിടയിൽ വ്യത്യസ്തനായിരുന്നു. 1991 കോൺഗ്രസ് ഇലക്ഷനിൽ ജയിച്ച് ഭരണത്തിലേറുമ്പോൾ നരസിംഹറാവു പ്രധാനമന്ത്രിയാവുകയും മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയാവുകയും ചെയ്യുകയായിരുന്നു. ഈ സമയം രാജ്യം കടുത്ത പ്രതിസന്ധി നേരിടുകയായിരുന്നു. ഇന്ത്യയുടെ കരുതൽ ദ്രവ്യങ്ങൾ അത്രയും പുറത്തെടുത്ത കടുത്ത സാമ്പത്തിക ദാരിദ്ര്യ കാലഘട്ടം. ആ ഇന്ത്യയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന ധനകാര്യമന്ത്രിക്ക് കിട്ടുന്നത്. ആരും പകച്ചു പോകുന്ന സാഹചര്യം. പക്ഷേ പിന്നീട് അങ്ങോട്ട് അഭൂതപൂർവമായ വളർച്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കിന് സാക്ഷ്യം വഹിച്ചു. ശരാശരി 7.7% ഏകദേശം $2 ബില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യ ഉയർന്നു. അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ ലൈസൻസ് രാജ് സമ്പ്രദായം നീക്കം ചെയ്യാനും വിദേശ നിക്ഷേപത്തിനായി വിപണികൾ തുറന്നിടാനും മൻമോഹൻ സിംഗ് നിർബന്ധിതനായി. നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ നടപ്പിലാക്കാനുള്ള മാർഗങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ടിവന്നാൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളുമാണ് മൻമോഹൻ സിംഗ് അന്ന് നടപ്പിലാക്കിയത്. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം തുടങ്ങിയവ പ്രശംസയേക്കാളേറെ വിമർശനങ്ങൾക്കാണ് വഴി തുറന്നത്. പക്ഷേ ചിദംബരമടക്കം പിന്നീട് വന്ന മുഴുവൻ ധനമന്ത്രിമാരും ഉദാരവൽക്കരണം ശക്തമാക്കിയതും മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങൾ മൻമോഹനോമിക്സ് എന്ന പേരിൽ പ്രസക്തമായതും മറ്റൊരു ചരിത്രമാണ്. മന്ത്രിയാകും മുൻപ് ഡൽഹിയിൽ DTC ബസ്സിൽ സഞ്ചരിച്ചിരുന്ന അപൂർവം ബ്യൂറോക്രാറ്റുകളിൽ ഒരാളാണ് മൻമോഹൻ സിംഗ്. ഔദ്യോഗിക കാർ കുടുംബങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അദ്ദേഹം വിലക്കി. ധനമന്ത്രിയായിരുന്ന കാലത്തെല്ലാം ഒരേ സ്യൂട്ടറിഞ്ഞ് പാർലമെന്റിലെത്തിയ മൻമോഹൻ ലാളിത്യത്തിൻ്റെ മുഖമാവുകയായിരുന്നു. 2004 പ്രധാനമന്ത്രി പദത്തിലേറെ ആ 10 വർഷക്കാലം ഇന്ത്യ സമൂല മാറ്റത്തിലും അതുവഴി പുരോഗതിയിലേക്കും കുതിച്ചുയർന്നു. ആ ഭരണകുലപതിയുടെ 10 വർഷം ഇന്ത്യയിലുണ്ടായ പ്രധാന നിയമനിർമ്മാണങ്ങൾ ഇന്ത്യയെ ഉടച്ചു വാർത്തു എന്ന് വേണം പറയാൻ. വിവരാവകാശ നിയമം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസ നിയമം, ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം, ഇന്ത്യൻ കമ്പനീസ് ആക്ട്, സ്ത്രീ സുരക്ഷയ്ക്കുള്ള നിയമനിർമ്മാണം, ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട്, ഭക്ഷ്യസുരക്ഷാ നിയമം, തെരുവ് കച്ചവടക്കാരുടെ ഉപജീവന സംരക്ഷണവും തെരുവ് കച്ചവട നിയന്ത്രണവും സംബന്ധിച്ച നിയമം, ഇന്ത്യയുടെ അടിസ്ഥാന വർഗ സംരക്ഷണങ്ങൾ മുതൽ ഇന്ത്യയെ പൊതിഞ്ഞു പിടിക്കുന്ന സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് സംരക്ഷണ വലയം തീർത്തു.
സാമ്പത്തിക രംഗത്തെ വീണ്ടും വീണ്ടും ഉയർത്തുന്നതിന്റെ ഭാഗമായി ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, യൂണിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ രൂപീകരണം, വിവരാവകാശ നിയമം, ഇന്ത്യ USA സിവിൽ ന്യൂക്ലിയർ കരാർ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണ നേട്ടങ്ങളാണ്. നിർണായകമായ സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളികളിൽ നിന്ന് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ മികവ് കൂടിയാണ്. 90കളിൽ ധനമന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹം ലൈസൻസ് രാജ് അവസാനിപ്പിക്കുകയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വാതിൽ ലോകത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്തതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ആഗോള ഏകീകരണത്തിനും കളമൊരുക്കുന്ന നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ആ അധ്യായം കഴിഞ്ഞു. ഒരു തുറന്ന പുസ്തകം അടച്ചു. ഇനി ചരിത്രത്തിന്റെ ഏടുകളിൽ ജീവിക്കും ഈ ദീക്ഷണശാലി. ആ മനുഷ്യൻ വരച്ചു ചേർത്ത ഇന്ത്യയുടെ വികസന പന്ഥാവ് രാജകീയ പ്രൗഢിയോടെ എന്നും ഇന്ത്യയിൽ പ്രോജ്വലിച്ചു നിൽക്കും. പ്രണാമം. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.